ദൈവത്തെ ആരാധിക്കുവാൻ ഒരു കർത്തൃ ദിവസം കൂടെ നമുക്ക് ദാനമായി നൽകിയതിനായിട്ട് ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി 9-ാം സങ്കീർത്തനം 16-ാം വാക്യമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. യഹോവ തന്നെത്താൻ വെളിപ്പെടുത്തി ന്യായവിധി നടത്തിയിരിക്കുന്നു. ദുഷ്ടൻ സ്വന്തം കൈകളുടെ പ്രവൃത്തിയിൽ കുടുങ്ങിയിരിക്കുന്നു. രണ്ട് കാര്യങ്ങൾ ഈ വാക്യത്തിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. യഹോവ തന്നെത്താൻ വെളിപ്പെട്ടു വന്നു, ദൈവം ന്യായവിധി നടത്തി. ദൈവത്തിന്റെ രക്ഷയെയും ആ രക്ഷയെ തിരസ്കരിക്കുന്നവർക്കുള്ള ന്യായവിധിയെയുമാണ് ഈ വാക്യത്തിൽ കാണുന്നത്. യഹോവ തന്നെത്താൻ വെളിപ്പെടുത്തി എന്നത് യേശുക്രിസ്തു ജഡമെടുത്ത് ഭൂമിയിൽ വന്നതിനെ വ്യക്തമാക്കുന്നു. മനുഷ്യരാരും കണ്ടിട്ടില്ലാത്ത, കാണാൻ കഴിയാത്ത, അദൃശ്യനും അരൂപിയും അപ്രമേയനുമായ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ദൈവത്തെ വെളിപ്പെടുത്തുവാൻ കർത്താവായ യേശുക്രിസ്തു ജഡാവതാരമെടുത്തു. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ ദൈവത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ദൈവം വെളിപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ വെളിപ്പാടിന്റെ ഉദ്ദേശങ്ങൾ എന്താണെന്ന് നാം മനസ്സിലാക്കണം. ഒന്നാമത്തെ ഉദ്ദേശം ദൈവത്തെ വെളിപ്പെടുത്തുക എന്നത് തന്നെയായിരുന്നു. ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത് ക്രിസ്തുവിലാണ് എന്ന് കൊലോസ്യർ 2:9 രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തെ തേടി ആരും എവിടെയും പോകേണ്ട ആവശ്യമില്ലാതെ വണ്ണം ദൈവം നമ്മെ തേടി വന്നു. യഹോവ തന്നെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. ഞാനും പിതാവും ഒന്നാകുന്നു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് കർത്താവ് തന്നെ വ്യക്തമാക്കി. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാവണ്ണം വലിയതാകുന്നു. ദൈവഭക്തിയുടെ മർമ്മം യേശുക്രിസ്തുവാണ് എന്ന് മനസ്സിലാക്കുന്നവർക്ക് മാത്രമേ ദൈവത്തെക്കുറിച്ചുള്ള ശരിയായ മനോബോധമുണ്ടാകുകയുള്ളൂ. ദൈവത്തെ വെളിപ്പെടുത്തുക മാത്രമായിരുന്നില്ല യേശുക്രിസ്തുവിന്റെ ജഡാവതാരത്തിന്റെ ഉദ്ദേശ്യം. ദൈവസ്നേഹം വെളിപ്പെടുത്തണമായിരുന്നു. ദൈവം സ്വർഗത്തിലും മനുഷ്യർ ഭൂമിയിലും. മാത്രമല്ല, ദൈവം പരിശുദ്ധൻ, മനുഷ്യരെല്ലാം പാപികൾ. ദൈവവും മനുഷ്യനുമായുള്ള അകലം വളരെയായിരുന്നു. പാപികളായ മനുഷ്യർക്ക് ദൈവത്തോട് ബന്ധപ്പെടുവാൻ ഒരു മധ്യസ്ഥന്റെ ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ സ്വർഗത്തെയും ഭൂമിയെയും ബന്ധിപ്പിക്കുന്ന ഒരു പാലമായി ക്രിസ്തു ലോകത്തിലേക്ക് കടന്നു വന്നു. യഥാർത്ഥ സ്നേഹം എന്താണ് എന്ന് ക്രിസ്തു നമുക്ക് കാണിച്ചു തന്നു. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം ലോകത്തെ സ്നേഹിച്ചു. പ്രിയരെ, ദൈവ സ്നേഹമാണ് കാൽവറിയിലെ ക്രൂശിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പാപികളെയും വെറുക്കപ്പെട്ടവരെയും ശത്രുക്കളെയും സ്നേഹിക്കുന്ന ദൈവസ്നേഹം, ശത്രുക്കൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്ന ആ വലിയ സ്നേഹം, ശത്രുക്കൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്നതിലും വലിയ സ്നേഹം വേറെയില്ലല്ലോ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പാപികളും ദൈവത്തിന്റെ ശത്രുക്കളുമായിരുന്നു നമുക്ക് വേണ്ടി ജീവൻ നൽകി നമ്മെ സ്നേഹിച്ചു. മൂന്നാമത്, ഈ സ്നേഹം യഥാർത്ഥമായി മനസ്സിലാകാതെ ഇനിയും പാപത്തിൽ തുടരുന്നുവെങ്കിൽ അവർക്ക് ന്യായവിധിയും വെളിപ്പെട്ടു വന്നിരിക്കുന്നു. ദുഷ്ടന്മാരും ദൈവത്തെ മറക്കുന്ന സകല ജാതികളും പാതാളത്തിലേക്ക് തിരിയുമെന്ന് 9-ാം സങ്കീർത്തനം 17-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കുമെതിരായി ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെട്ടു വരുന്നു. ദൈവം വെളിപ്പെട്ടു, മനുഷ്യരോടുള്ള ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടുത്തി, മനുഷ്യരെ ന്യായവിധിയിൽ രക്ഷിക്കുവാനുള്ള മാർഗവും ഒരുക്കി. എന്നിട്ടും വിശ്വസിക്കാത്തവർക്ക് ദൈവത്തിന്റെ ന്യായവിധിയിലൂടെ കടന്നു പോകേണ്ടി വരും. നീക്കുപോക്കില്ലാത്ത ശിക്ഷാവിധി ഉണ്ടാകും എന്ന് തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നു. ദൈവം തന്റെ ഏകജാതനായ പുത്രനെ ന്യായവിധിയിലൂടെ കടത്തിവിട്ടു. നമ്മുടെ പാപത്തിന്റെ ശിക്ഷ നമുക്ക് പകരം ക്രിസ്തു അനുഭവിച്ചതുകൊണ്ട് ഇനി പാപത്തിന്റെ ഫലമായി ദൈവം നമ്മെ ശിക്ഷിക്കുകയില്ല. എന്നാൽ ദൈവത്തിന്റെ രക്ഷയെ അവഗണിക്കുന്നവർ നീക്കുപോക്കില്ലാത്ത ശിക്ഷാവിധി അനുഭവിക്കേണ്ടി വരും. അത് ദൈവത്തിന്റെ നീതിയാണ്. രക്ഷ ഒരുക്കാതെ ദൈവം നമ്മെ ന്യായം വിധിച്ചിരുന്നെങ്കിൽ ദൈവം നീതി കെട്ടവനെന്ന് വരുമായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ നീതിക്ക് കോട്ടം തട്ടാതെ നമ്മെ സ്നേഹിച്ച് നിത്യ ന്യായവിധിയിൽ നിന്ന് നമ്മെ വിടുവിച്ച ദൈവസ്നേഹം എത്ര ശ്രേഷ്ഠമാണ്!
അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിനുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. നമ്മുടെ പാപത്തിന്റെ ശിക്ഷ നമുക്ക് പകരമായിട്ട് അനുഭവിച്ച് ദൈവത്തിന്റെ ന്യായവിധി തമ്മിൽ നീക്കിയ ആ ദൈവസ്നേഹത്തെ ഓർത്ത് ദൈവത്തിനെല്ലാം മഹത്വം അർപ്പിക്കാം. കർത്താവിന്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. സ്വർഗീയ പിതാവേ, ഞങ്ങളെ തേടി വന്ന ദൈവസ്നേഹത്തിനായി ഞങ്ങൾ അങ്ങേക്ക് മഹത്വം കരയേറ്റുന്നു. ഞങ്ങളോടുള്ള ദൈവസ്നേഹം അവിടുന്ന് കാൽവറിലെ ക്രൂശിൽ വെളിപ്പെടുത്തിയത് കൊണ്ട് സ്തോത്രം. ശത്രുക്കളായിരുന്ന, പാപികളായിരുന്ന, നിത്യശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരായിരുന്നു ഞങ്ങളെ സ്നേഹിക്കുവാൻ, ഞങ്ങളെ വീണ്ടെടുക്കുവാൻ അങ്ങ് ഞങ്ങളിൽ പ്രസാദിച്ചത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് വേണ്ടി ന്യായവിധിയെല്ലാം ഏറ്റെടുത്ത് കാൽവറിയിൽ യാഗമായി തീർന്ന ആ ദൈവസ്നേഹത്തിനായി ഞങ്ങളെല്ലാം മഹത്വം അർപ്പിക്കുന്നു. ക്രിസ്തുയേശുവിന്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ.